അച്ഛൻ പറഞ്ഞു ചെറിയ വട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, സംഗതി കൊള്ളാന്ന് പറഞ്ഞു. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലയാളികളായ ഒരുപാട് ഫുട്ബോൾ കളിക്കാർ എന്നോടൊത്ത് സഞ്ചരിച്ചു. ഞാൻ സ്വപ്നം കാണുന്ന ഒരു കാര്യം, അതും കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നതും അതുപോലുള്ള ഒരു പിടിയേരി പദ്ധതിയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയെ തിരിച്ചു പിടിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഒരു വലിയ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു സ്വപ്നമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഇതൊരു ഭ്രാന്തമായ ഒരു ചിന്തയോ ഭ്രാന്തമായ ഒരു സ്വപ്നമൊന്നുമല്ല. നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ഒരു സ്വപ്നത്തോടു കൂടി ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ യോഗത്തിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നത് കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ ശ്രീ സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കലാണ്. അദ്ദേഹത്തെ ആദരവോടെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കും. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഫുട്ബോൾ പ്രേമികളെ, അങ്ങനെ പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മൾ ഓരോരുത്തരും പരസ്പരം അറിഞ്ഞതും കണ്ടതും നമുക്കിടയിൽ ഫുട്ബോൾ എന്ന ഒരു മാധ്യമം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളെ പോലും എനിക്ക് പരിചയപ്പെടാൻ യാതൊരുവിധ സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഫുട്ബോൾ എന്നുള്ള ആ ഒരു മാധ്യമം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് പന്ന്യൻ സാറിനെ ട്രിവാൻഡ്രത്ത് പോയി കാണാൻ സാധിച്ചതും അദ്ദേഹം എന്നെ വളരെ നേരം സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ഓർമ്മകൾ ഒരുപാട് എനിക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചതും. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ചിന്നൻ സാറ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ യാത്ര വളരെ ദീർഘമായ ഒരു യാത്രയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നടത്തിയത്. തുടക്കം എങ്ങനെയാകുമെന്നോ എങ്ങനെ എവിടെ എത്തിച്ചേരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ഞങ്ങൾ നടന്നു. ഒരുപാട് പേര് അതിന് ഞങ്ങളെ കൈപിടിച്ച് നടത്താൻ ഞങ്ങളോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ ഒരുപാട് പേരുടെ പേര് എടുത്തു പറയണം. പക്ഷേ എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. കാരണം ചിലരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അത് വിഷമം, അത് എനിക്ക് തന്നെ വിഷമം. അതുകൊണ്ട് പേര് പറയുന്നില്ല. കാരണം ഒരുപാട് പേര് മുൻ വർഷങ്ങളിൽ കളിച്ചിട്ടുള്ള, ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് സംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, വേണ്ടി പ്രവർത്തിക്കുന്ന, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലയാളികളായ ഒരുപാട് ഫുട്ബോൾ കളിക്കാർ എന്നോടൊത്ത് സഞ്ചരിച്ചു. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ യാത്രയോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ഔപചാരികമായ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ സ്വപ്നം കാണുന്നൊരു കാര്യം, അതും കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം 1860-കളിൽ ചാവറ കുര്യാക്കോസ് അച്ഛൻ മലയാളികൾക്ക് നൽകിയ ഒരു പദ്ധതിയാണ് പിടിയേരി പദ്ധതി. നിങ്ങളിൽ പലർക്കും അറിയാൻ സാധിക്കും. നിങ്ങളിൽ പ്രായമുള്ള, എന്നെക്കാളൊക്കെ പ്രായമുള്ള പലരും കൂടി ഇരിപ്പുണ്ട്. എന്താണ് പിടിയേരി പദ്ധതി എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. പിടിയേരി പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പണ്ട് കാലത്ത് അമ്മമാർ കഞ്ഞി വെക്കുന്നതിന് മുമ്പ് എത്ര വലിയ പണക്കാരൻ്റെ വീടാണെങ്കിലും അരി അളന്നാണ് എടുക്കുക. 2 നാഴി അരി, 3 നാഴി അരി അളന്നാണ് എടുക്കുക. അളന്നെടുത്ത അരിയിൽ നിന്ന് 2 പിടി അരിയെടുത്ത് അമ്മമാർ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്ന ആ 2 പിടി അരിയിൽ അക്കാലത്ത് പള്ളികളിലും വായനശാലകളിലും ഒക്കെ കൊടുത്ത് അതുകൊണ്ട് വലിയ വലിയ സംരംഭങ്ങൾ കെട്ടിപ്പടുത്ത ഒരു ചരിത്രം മലയാളികൾക്കിടയിലുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നതും അതുപോലുള്ള ഒരു പിടിയേരി പദ്ധതിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു വ്യക്തികൾ പോലും നമ്മുടെ ഈ സമൂഹത്തിൽ, ഒരു സ്മാർട്ട് ഫോണുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ 2 GB ഡാറ്റ ഉണ്ടാവും മിനിമം. ആ 2 GB ഡാറ്റ നമ്മൾ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. 90% ആൾക്കാരും ആ ഡാറ്റ ഉപയോഗിക്കാറില്ല. നമുക്ക് കിട്ടുന്ന ആ ഡാറ്റ നമുക്ക് വെറുതെ കിട്ടുന്നതല്ല, നമ്മളുടെ പൈസ കൊടുത്ത് നമ്മൾ വിലയ്ക്ക് വാങ്ങുന്ന ഡാറ്റയാണത്. പക്ഷേ നമ്മളത് ഉപയോഗിക്കാതിരുന്നാൽ 12 മണി കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ ഡാറ്റയാണ് നമ്മുടെ ഫോണിലേക്ക് വരിക. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയെ തിരിച്ചു പിടിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഒരു വലിയ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു സ്വപ്നമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അതിനാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണ്ടത്. അത് ഞാൻ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ, കേരളത്തിൽ പെയ്യുന്ന മഴവെള്ളം സംഭരിച്ച് അതിനെ ശുദ്ധീകരിച്ച് ബോട്ടിലിംഗ് ചെയ്ത് വിറ്റാൽ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു വാസ്തവമാണ്. കാരണം ഇവിടെ പെയ്യുന്ന മഴ അടുത്ത 6 മണിക്കൂറിൽ
അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ്. ആ വെള്ളം പിന്നെ ഒന്നിനുമില്ല. അതേസമയം ഇവിടെ പെയ്യുന്ന മഴ ഇവിടെ തന്നെ ആ വെള്ളത്തെ ശേഖരിച്ച് അതിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് ബോട്ടിലിംഗ് ചെയ്ത് നമുക്ക് മറുരാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു പദ്ധതിയാവും. എന്ന് പറയുന്നത് പോലാണ് നഷ്ടപ്പെട്ടു പോകുന്ന എനർജി, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന എനർജിയെ തിരിച്ചു പിടിച്ച് അതിനെ നമ്മളുടെ വരും തലമുറയ്ക്ക് ഒരു വലിയ പ്രസ്ഥാനമാക്കി വളർത്തുവാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. അങ്ങനെ ഒരു സംരംഭമായി ഞാൻ ഒരുപാട് ഏരിയകൾ സഞ്ചരിച്ചു. ആദ്യമായി പോയത് ക്രൈസ്റ്റ് കോളേജിലാണ്, പാലക്കാട് മേഴ്സി കോളേജിൽ പോയി, അങ്ങനെ പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും ഒക്കെ പോയി ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭ്രാന്തമായ ഒരു ചിന്തയോ ഭ്രാന്തമായ ഒരു സ്വപ്നമൊന്നുമല്ല. കാരണം ഇന്ത്യൻ കോണ്ടിനെന്റിൽ ഈ ഒരു പ്രദേശത്ത് അമേരിക്കൻ കമ്പനിയായ യൂട്യൂബ് ജനറേറ്റ് ചെയ്ത റവന്യൂ എന്ന് പറഞ്ഞാൽ 22,000 കോടി രൂപയുടെ റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്തത്. അതിനകത്തൊരു 70% അവർ ഇന്ത്യയിൽ പേ ഔട്ട് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 14,000 കോടി രൂപയോളം യൂട്യൂബ് ഇന്ത്യയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ പൈസയിൽ നിന്ന് നമുക്ക് തുച്ഛമായ ഒരു പെർസെൻറ്റേജാണ് വേണ്ടത്. നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഒരു സ്വപ്നത്തോടു കൂടി ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ ഇന്നത്തെ യോഗാധ്യക്ഷൻ MP സുരേന്ദ്രൻ സാർ, തൃശ്ശൂർക്കാരുടെ MBS, അദ്ദേഹത്തെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തൃശ്ശൂരിൽ വർഷങ്ങളായി മാതൃഭൂമിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ 2 പ്രാവശ്യമാണ് കണ്ടിരിക്കുന്നത്. ഒരിക്കൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ പ്ലേയേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം ഗസ്റ്റായി വന്നിരുന്നു. അന്ന് അവിടെ വെച്ചൊന്ന് പരിചയപ്പെട്ടു. ഒരാഴ്ച മുമ്പ് ബാനർജി ക്ലബിൽ വെച്ച് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു. ഇന്നലെ പ്രസ് ക്ലബിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 മീറ്റിങ്ങിൻ്റെ പരിചയം മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ളത്. പക്ഷേ ഈ ഒരു 3 മീറ്റിംഗ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്തൊരു നല്ല കാര്യം പറഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ ആത്മാർത്ഥത കാണിക്കുന്ന, ഫുട്ബോളിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുരേന്ദ്രൻ സാറിനെ എൻ്റെ സ്വന്തം പേരിലും കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ്റെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മളുടെ ഇന്നത്തെ മുഖ്യാതിഥി പന്ന്യൻ രവീന്ദ്രൻ സാർ. രവീന്ദ്രൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 82-ലാണ് ഡൽഹിക്ക് പോകുന്നത്. 31 വർഷം ഞാൻ ഡൽഹിയിലായിരുന്നു. ആ കാലം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാൻ. പക്ഷേ ഈ വർഷങ്ങളൊന്നും എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഞാൻ അവിടെ ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമിയെ കാണാൻ വേണ്ടിയാണ് പോയത്. അന്നേരമൊന്നും രവീന്ദ്രൻ സാറിൻ്റെ കോണ്ടാക്റ്റോ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ സ്വാമിയായി എൻ്റെ ആഗ്രഹോദ്ദേശം അദ്ദേഹവുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പന്ന്യനെ കാണാതെ പോകരുത്. അദ്ദേഹം ഇങ്ങനെ തന്നെ പറഞ്ഞു, പന്ന്യനെ കാണാതെ പോകരുത്. കാരണം ഫുട്ബോളിനെ ഇത്രയധികം സ്നേഹിക്കുന്ന വേറൊരു രാഷ്ട്രീയക്കാരൻ തിരുവനന്തപുരത്തില്ല. അപ്പം തന്നെ സ്വാമി വിളിച്ചു, സഖാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അതിനെന്താ പറഞ്ഞു വിടാൻ പറഞ്ഞു. 3:30-ക്കാണ് എനിക്ക് സമയം തന്നെ. 3:30-ക്ക് സമയം തന്നു. ഞാൻ 2:30 ആയപ്പോൾ ചെന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എന്നെ റൂമിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ കുറേ അധികം നേരം. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് സഖാവ് ഇങ്ങനെ കോളം എഴുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനകം പത്രത്തിൽ ഫുട്ബോളിനെ പറ്റി വളരെ വിദഗ്ധമായ കോളം എഴുതുന്ന ഒരാളാണ്. അന്നേരം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫുട്ബോളിനെ പറ്റി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോളും ഇന്ത്യൻ ഫുട്ബോളും കണ്ണൂരെ പഴയകാല ഫുട്ബോളിനെ പറ്റി ഒരുപാട് നേരം സംസാരിച്ചു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പന്ന്യൻ സാറ് പറഞ്ഞു, അയ്യോ നിനക്ക് ഞാനൊന്നും തന്നില്ലല്ലോ. അപ്പോൾ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരതി. ഉടനെ അവിടെ ടിഫിനകത്ത് ആരോ കൊണ്ട് കൊടുത്ത 4 ചക്കച്ചുള, ഇത് 2 നീ കഴിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളത് കഴിച്ചു. അവിടെ നിന്ന് പിരിഞ്ഞ് ഞങ്ങൾ പോന്നു. അപ്പോൾ ഞാൻ നമ്പർ വാങ്ങിച്ചു. അപ്പോൾ ആ സമയത്തൊന്നും ഇങ്ങനൊരു അവാർഡ് ഈ സമയത്ത് കൊടുക്കണം എന്നുള്ള പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ അവാർഡിൻ്റെ ഒരു കൺഫർമേഷൻ ആയി, ഇന്ന ദിവസത്തിൽ കൊടുക്കണമെന്നായി. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ടി വരും.
ഇനി എന്തൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തണം എന്നുള്ള കൺഫ്യൂഷനിലാണ് വിളിച്ച പാടെ ചോദ്യം ഇതാണ്, സ്റ്റീഫൻ നീ അന്ന് പോയിട്ട് പിന്നെ എന്താണ് വിളിക്കാഞ്ഞേ, നീ മറന്നുപോയോ, എന്നെ പിന്നെ കോണ്ടാക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ നമ്പർ അദ്ദേഹം ഓർത്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ചങ്കിൽ തൊട്ട് പറയാൻ പറ്റും, ഇന്നും നമുക്ക് ധൈര്യമായി സഖാവെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ. അപ്പൊ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് കല്ലറയ്ക്കൽ ഫൗണ്ടേഷന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ പേരിലും സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അടുത്തതായി വിക്ടർ മഞ്ജുല സാറാണ്. ഒരു പക്ഷേ ഞാനിന്നിവിടെ നിൽക്കുന്നെങ്കിൽ, ഞാനിങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി വിക്ടർ മഞ്ജുല സാറാണ്. ഞാൻ ആദ്യമായി ഒരു കളിക്കാരനെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വിക്ടർ മഞ്ജുല സാറിനെയാണ്. 1977 തോപ്പിൽ ഗ്രൗണ്ടിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അന്ന് ഇതുപോലെ മുടിയില്ലാത്ത വിക്ടർ മഞ്ജുല സാറൊന്നുമല്ല, ചുരുണ്ട മുടിയുള്ള, നിറച്ചു മുടിയുള്ള, ചുരുണ്ട മുടിയാണ്, ഒരു സായിബാബയുടെ ലുക്കുള്ള മുടിയാണ് അന്ന്, അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? 1977 തോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ തൃശ്ശൂർ ഇതുപോലെ ഒരു ചെറിയ ഒരു ഫംഗ്ഷനിൽ വിക്ടർ മഞ്ജുലയെ പറ്റി ചോദിച്ചപ്പോൾ ഒരു 55-60 വയസ്സുള്ള ഒരാൾ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, അത് ആരാണെന്ന് ചോദിച്ചു. അതെനിക്കൊരു ഷോക്കായിരുന്നു. കാരണം ആ കാലത്തെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ വിക്ടർ മഞ്ജുലയുടെ ഒരു പറക്കും കോളിയുടെ പടമില്ലാത്ത ഒരു പത്രങ്ങളും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. അദ്ദേഹം സിയോളിൽ പോയി കളിച്ചതും ബ്രസീലിനെതിരെ കളിച്ചതും ഒരുപാട് കളികളെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അങ്ങനെ ഒരാളെ ജനങ്ങൾ മറന്നെങ്കിൽ അത്രയധികം പ്രശസ്തരല്ലാത്ത എത്രയോ കളിക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ ആരും നോർക്കുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒരിക്കൽ കൂടി ജനമധ്യത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു യാത്ര ആരംഭിച്ചത്. ആ യാത്ര ആരംഭിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നതും ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി വിക്ടർ മഞ്ജുല സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ പി.ടി. ജോയ് തൃശ്ശൂർക്കാർക്ക് സുപരിചിതനാണ്, എക്സ്പെഷ്യലി ഇരിങ്ങാലക്കുടക്കാർക്ക്. ക്രൈസ്റ്റ് കോളേജിനെ പടുത്തുയർത്തിയ ആ ഒരു 47-50 ഏക്കർ സ്ഥലത്തുള്ള ആ ഒരു പ്രസ്ഥാനത്തെ കഴിഞ്ഞ 30-ൽ കൂടുതൽ വർഷങ്ങളായി പരിപാലിച്ചു നിർത്തുന്ന ആ ഒരു മഹത് വ്യക്തിയെ, അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആദ്യമായി ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് ചർച്ച ചെയ്തത് അച്ഛനുമായിട്ടാണ്. അച്ഛൻ പറഞ്ഞു, ചെറിയ വട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, സംഗതി കൊള്ളാന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞു, ചെറിയ വട്ടാണ് എന്നാലും കുഴപ്പമില്ല, സംഗതി അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായി എനിക്കൊരു വേദി ഒരുക്കി തന്ന അദ്ദേഹമാണ്. ക്രൈസ്റ്റ് കോളേജിൻ്റെ കുട്ടികളുടെ മുന്നിലാണ് ഞാൻ ആദ്യമായി ഈ ഒരു കാര്യം അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്ന അച്ഛനോടുള്ള നന്ദിയും ഓർത്തുകൊണ്ട് അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ കളിക്കാരും, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിനോടും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിനോടും ഉള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.